നമസ്കാരം. ചാലക്കുടിക്കടുത്ത് പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിൽ കവർച്ച നടത്തിയത് വ്യക്തമായ പ്ലാനിങ്ങിൽ. മോഷ്ടാവിന്റെ ദൃശ്യം CCTVകളിൽ ലഭിക്കാത്തത് പ്രദേശത്ത് വൈദ്യുതി നിലച്ചതിനാലായിരുന്നു. ഉച്ചയ്ക്ക് 2:25 മുതൽ 14 മിനിറ്റ് നേരമാണ് പ്രദേശത്ത് വൈദ്യുതി ബന്ധം ഇല്ലാതിരുന്നത്. വൈദ്യുതി പോയതിനു പിന്നിൽ മോഷ്ടാവിനായുള്ള അട്ടിമറിയുണ്ടോ എന്നതാണ് പോലീസിന്റെ സംശയം. മോഷ്ടാവ് സ്കൂട്ടറിൽ പോകുന്ന ദൃശ്യങ്ങൾ പല CCTVകളിലും പതിയാത്തതാണ് കേസിൽ വെല്ലുവിളിയായി മാറുന്നത്. ബാങ്കിൽ സെക്യൂരിറ്റിയെ നിയമിച്ചിട്ടില്ല. ഇതടക്കം മനസ്സിലാക്കിയാണ് നട്ടുച്ചയ്ക്കുള്ള കവർച്ചയെന്നാണ് വിലയിരുത്തൽ. പോട്ട ചെറുപുഷ്പം പള്ളിക്ക് എതിർവശത്തുള്ള LF കോംപ്ലക്സിലെ താഴത്തെ നിലയിലാണ് ബാങ്ക് കൂടാതെ 8 വ്യാപാര സ്ഥാപനങ്ങളാണ് താഴത്തെ നിലയിൽ ഉണ്ടായിരുന്നത്. ആരും ഒന്നും അറിഞ്ഞില്ല. കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ പള്ളിയുടെ ഹാളാണ്. അവ പൂട്ടിക്കിടക്കുകയായിരുന്നു. 2 വനിതകളടക്കം 8 ജീവനക്കാരാണ് ബാങ്കിലുള്ളത്. അതിൽ കാഷ്യർ സിജു 10 ദിവസമായി അവധിയിലായിരുന്നു. ക്ലാർക്കായ അർച്ചനയ്ക്കായിരുന്നു ക്യാഷ് അക്കൗണ്ടിന്റെ ചുമതല. അർച്ചനയും അസിസ്റ്റന്റ് മാനേജർ പോൾ കുര്യൻ, ക്ലാർക്ക് ജെറിൻ, സ്വീപ്പർ ലില്ലി എന്നിവരും ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരുന്നു മോഷണം. ബാങ്കിലുണ്ടായിരുന്ന പ്യൂൺ ടെജിൻ, മാനേജർ ബാബു എന്നിവരെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി മുറിയിൽ പൂട്ടിയിട്ടു. ഇന്നലെ ജോലിക്ക് എത്തിയിരുന്ന ക്ലാർക്ക് നിവിൻ ഭക്ഷണം കഴിക്കാനായി പുറത്തു പോയപ്പോഴായിരുന്നു മോഷണം. റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനും വിമാനത്താവളവും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും കാര്യമായ തുമ്പൊന്നും കിട്ടിയില്ല. ബാങ്കിലെയും പോട്ട പെട്രോൾ പമ്പിലെയും CCTVകളിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ടെങ്കിലും മുഖം വ്യക്തമല്ല. ഇയാളെത്തിയ സ്കൂട്ടറിന്റെ നമ്പർ തിരിച്ചറിയാനും സാധിച്ചിട്ടില്ല. മോഷ്ടിച്ച സ്കൂട്ടർ ആകാം ഇതെന്നതാണ് പോലീസ് സംശയിക്കുന്നത്. മോഷ്ടാവ് അകത്ത് വരുമ്പോൾ ബാങ്ക് മാനേജർ ബാബുവും പ്യൂൺ ആളൂർ സ്വദേശി അരിക്കാട്ട് ടെജിയുമാണ് കൗണ്ടറിന് സമീപത്തുണ്ടായിരുന്നത്. ഇവരെ കത്തി കാണിച്ച് മോഷ്ടാവ് ഭീഷണിപ്പെടുത്തി റൂമിലിട്ട് ആദ്യം പൂട്ടി. തുടർന്ന് ക്യാഷ് കൗണ്ടറിന്റെ ചില്ല് തകർത്ത് കൗണ്ടറിൽ കടന്ന് പണവുമായി കടന്നു കളയുകയായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് ശേഷമാണ് നാടിനെ നടുക്കിയ സംഭവം. ബാങ്ക് ജീവനക്കാരുടെ ഉച്ചഭക്ഷണ സമയം കണക്കാക്കിയാണ് മോഷ്ടാവ് മോഷ്ടിക്കാനെത്തിയത്. ബാങ്കിന്റെ അകത്ത് കടന്ന് വെറും 2 മിനിറ്റ് കൊണ്ട് കവർച്ച നടത്തി പുറത്തു കടക്കുകയും ചെയ്തു. അക്രമി ഹിന്ദിയിലാണ് സംസാരിച്ചതെന്ന് ജീവനക്കാർ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇക്കാരണത്താൽ പ്രതി മലയാളിയല്ലെന്ന് ഉറപ്പിക്കാനാകില്ലെന്നും പോലീസ് പറയുന്നു. അങ്കമാലി ഭാഗത്തു നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രതിയുടെ വാഹനം പോലും കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പ്രതി സംസ്ഥാനം തന്നെ വിട്ടുപോകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. അതിനാൽ കേസ് സംസ്ഥാനത്തിന് പുറത്തേക്ക് വ്യാപിപ്പിക്കും. അങ്കമാലിയിലെത്തിയ പ്രതി ട്രെയിൻ മാർഗം രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് അന്വേഷിക്കുന്നത്. ആലുവ പെരുമ്പാവൂർ മേഖലയിൽ നടത്തിയ പരിശോധനയിലും പ്രതിയെക്കുറിച്ച് യാതൊരു തുമ്പും ലഭിച്ചിട്ടില്ല. പ്രതിക്ക് സഹായം ലഭിച്ചിട്ടുണ്ടോ, സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നു. സഹായമില്ലാതെ കൃത്യമായി ഇത്തരത്തിൽ മോഷണം നടത്താൻ സാധിക്കില്ലെന്നാണ് പോലീസിന്റെ നിഗമനം. 47 ലക്ഷം രൂപയാണ് കൗണ്ടറിൽ അടുക്കുകളാക്കി വെച്ചിരുന്നത്. ഇതിൽ നിന്ന് നടുക്കായി ക്രമീകരിച്ച 5 ലക്ഷം വീതമുള്ള 3 കെട്ടുകൾ മാത്രമാണ് പ്രതി കൈക്കലാക്കിയത്. കവർച്ച നടത്തിയത് പ്രൊഫഷണൽ മോഷ്ടാവ് അല്ലെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. ബാങ്കിനെക്കുറിച്ച് നന്നായി പഠിച്ച് ആസൂത്രണം ചെയ്താണ് മോഷണം നടത്തിയതെന്നും പോലീസ് കരുതുന്നു. ബാങ്കുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആളാണ് മോഷ്ടാവ്, അല്ലെങ്കിൽ പ്രവർത്തനം നിരീക്ഷിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ശാഖയിൽ സുരക്ഷാ ജീവനക്കാരില്ല എന്നതും തിരക്ക് കുറയുന്നത് എപ്പോഴെന്നും കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ക്യാഷ് കൗണ്ടറിന്റെ താക്കോൽ ഹിന്ദിയിലാണ് ഇയാൾ ജീവനക്കാരോട് ആവശ്യപ്പെട്ടത്. ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ ചെയ്തതാണോ എന്ന സംശയമാണ് നിലവിലുള്ളത്. ഇയാൾ വന്ന സ്കൂട്ടർ മറ്റാരുടേതെങ്കിലും ആണോ എന്നും മോഷ്ടിച്ചതാണോ എന്നും സംശയിക്കുന്നു. സ്കൂട്ടർ സംബന്ധിച്ച വ്യക്തമായ സൂചനകൾ ലഭിച്ചതായിട്ടും പറയപ്പെടുന്നു. പ്രധാന പാതയിൽ നിന്ന് ഇടറോഡ് വഴി ഇയാൾ രക്ഷപ്പെട്ടുവെന്നാണ് സംശയിക്കുന്നത്. കൂടുതൽ പണം ഉണ്ടായിട്ടും അതെടുത്തില്ല എന്നതും പ്രത്യേകതയാണ്. ജീവനക്കാരുടെ സഹായം കിട്ടിയിട്ടുണ്ടോ എന്ന് പറയാനാകില്ലെന്നും പ്രാഥമിക ഘട്ടത്തിൽ അത്തരം നിഗമനങ്ങളിലേക്ക് പോകേണ്ടതില്ലെന്നും DIG പറഞ്ഞു. എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിച്ചു വരികയാണ്. SP യുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ടെന്നും DIG പറഞ്ഞു.